ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡി എമ്മിൻ്റെ അവേക്കണിങ് സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഡിവൈൻ മസ്കുലൈൻ്റെ അവേക്കണിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സഡൻ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. എങ്കിലും നമുക്കതിൻ്റെ ഓരോ സ്റ്റേജസ് നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കണക്ഷൻ ആക്ടിവേഷൻ ആവുന്നൊരു സ്റ്റേജാണ്. അതായത് ട്രിഗർ കിട്ടുക, ഫസ്റ്റ് ട്രിഗർ. അതായത് ഡി എഫിനെ മീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ചെയ്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു സ്ട്രോങ് അട്രാക്ഷനും ഒരേ സമയത്തെ ഒരു ഫിയറും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവർ ലോജിക്കായിട്ട് അവർക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അവേക്കണിങ്ങിൻ്റെ ആദ്യത്തെ നമുക്കൊരു വിത്ത് വീണു എന്നൊക്കെ പറയാം. ഇതാണ് ഒരു ഫസ്റ്റ് സ്റ്റേജ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ റണ്ണർ സ്റ്റേജാണ്. അതായത് എസ്കേപ്പ് ആവുക. അവർക്ക് ഒരു മുങ്ങണ പരിപാടി ഉണ്ടല്ലോ ആദ്യത്തെ സമയത്ത്. അതായത് ഇമോഷനെ അവർക്ക് ഓവർ വീൽ ആവാന്ന് പറയും. ഇമോഷനെ താങ്ങാൻ സാധിക്കാതെ അവർ ഫസ്റ്റ് ഇട്ടിട്ട് ഓടും. അപ്പോൾ അവർ ഫിയർ മെയിനായിട്ട് അത് ഓടുന്നതിൻ്റെ കാരണം ഈ ഫിയർ കാരണമാണ്. കൺട്രോൾ ലൂസ് ചെയ്യുമോ എന്നുള്ളത്, അവരുടെ കയ്യിലുള്ള കൺട്രോൾ പോകുമോ എന്ന് പേടിച്ചിട്ട് അവർ ഓടുന്നത്. അതുപോലെ തന്നെ പുറമേ അവർക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു വേൾഡിൽ കരിയർ, റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഈഗോ, ഇതിലൊക്കെ ആയിരിക്കും അവരുടെ മൈൻഡ് ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഡിസ്റ്റൻസും സൈലൻസും ഈ സമയത്ത് അവരിടുന്ന മെയിൻ പരിപാടിയാണ് ഡിസ്റ്റൻസ്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കില്ല. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേജാണ് എല്ലാ ഡി എമ്മിൻ്റെ കാര്യത്തിലും. അത് റണ്ണർ സ്റ്റേജ്. ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് മൂന്നാമത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഇൻറ്റേർണൽ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അവർക്ക്. അതായത് ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്സാറ്റിസ്ഫാക്ഷൻസ് സംഭവിക്കുക, കൂടി വരിക. അതായത് അവർ എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ ചെയ്ത് കഴിഞ്ഞാലും, തേർഡ് പാർട്ടി റിലേഷൻഷിപ്സിലേക്ക് പോയി കഴിഞ്ഞാലും, മറ്റെന്ത് ഫാമിലീനെ കണക്ട് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അവർക്ക് അതിന് പകരം സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്ന ഒരു ഫീലിങ്സാണ് ആ സമയത്ത് ഉണ്ടാവുക. കാർമിക്സ് വന്നിട്ട് അവരെ ട്രിഗർ ചെയ്തിട്ട് കാർമിക്കായിട്ടുള്ള ഇഷ്യൂസ് ആ സമയത്ത് അവർക്ക് ക്രിയേറ്റഡ് ആയിട്ട് വരും. അവർക്ക് തന്നെ തോന്നും, അവരുടെ ഐഡൻറ്റിറ്റിയിൽ ഒരു കൺഫ്യൂഷൻ തോന്നും. ഞാൻ ആരാണ്, ഞാൻ എന്താ ചെയ്യണത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ പോലുള്ളൊരു സംഭവം അവർക്ക് വരും. പിന്നെ ഈ സമയത്ത് ഹൈലി ഡി എഫ്സിൻ്റെ മെമ്മറീസ് വരിക. ഇവിടെയാണ് റിയൽ അവേക്കണിങ് സ്റ്റാർട്ട് ആവുന്നത്. അതായത് റണ്ണർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് കേട്ടോ അത്. ഇവിടെയാണ് റിയലായിട്ട് അവേക്കണിങ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇനി അതുപോലെ തന്നെ അവർക്ക് പിന്നത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കണക്ഷൻ ഡിനേ ചെയ്യാനായിട്ട് കഴിയില്ല അവർക്ക്. അതായത് ഈ കണക്ഷനെ വിട്ടിട്ട് അവർ എത്ര ഓടിപ്പോയിട്ടും അവർക്കതിൽ പറ്റാതെ അവർ അവിടെ നിൽക്കും. അപ്പോൾ അവർക്ക് ഈ സ്റ്റേജിലാണ് യൂണിവേഴ്സായിട്ട് പലതരത്തിലുള്ള അവെയർനെസ് അവർക്ക് കൊടുക്കുക. അവർ പലതരത്തിലുള്ള പാറ്റേൺസുകളും കാര്യങ്ങളൊക്കെ ഡി എഫ്സ് കാണുന്നത് പോലെയുള്ള സിങ്ക്രോണിസിറ്റീസൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അത് അവർ നോട്ടീസ് ചെയ്യും. പിന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പതുക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർക്ക് ഗിൽറ്റ് വരും, റിഗ്രറ്റ് വരും. അതായത് ഈ ഒരു സ്റ്റേജിൽ ഡി എം പല കാര്യങ്ങളും റിയലൈസ് ചെയ്യും, ഈ ഒരു കണക്ഷനെ കുറിച്ചും ഈ ഒരു കണക്ഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും. ഇതാണ് ഒരു നാലാമത്തെ സ്റ്റേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ദെൻ അവർ ഒരു നോർമലി ഈ ഒരു കണക്ഷനെ കുറിച്ചുള്ള വിഷമവും ഡി എഫിൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്തുമെന്നുള്ള ചിന്തകളും ഔട്ടർ വേൾഡിലുള്ള കാര്യങ്ങളും എല്ലാം കൂടിയിട്ടാവുമ്പോൾ അവർക്ക് ഈ ഒരു ഇമോഷൻ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ യൂണിവേഴ്സായിട്ട് പുഷ് ചെയ്തിട്ട് അവരിനൊരു ഹീലിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഹീലിംഗ് സ്റ്റേജിലെത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പാസ്റ്റായിട്ടുള്ള വൂൺസ്, അവരുടെ ഇമോഷണൽ മെച്യൂരിറ്റി ലെവൽ അത് ബിൽഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷനിലുള്ള ഫിയേഴ്സ്, റെസ്പോൺസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഹീലിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഗോ ടു അടുത്തത് അവർ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്തരം ഹീലിങ്ങുകളൊക്കെ അവർക്ക് നടക്കുന്നത് നമ്മൾ ഡി എഫ്സ് ചെയ്യുന്ന പോലെ മെഡിറ്റേഷനിലൂടെയോ കാര്യങ്ങളിലൂടെയോ ആയിരിക്കില്ല. മുന്നേ പറഞ്ഞതുപോലെ കാർമിക്കിൻ്റെ ഇൻഫ്ലുവൻസും അവരുടെ ഈ ഒരു സോഷ്യൽ സർക്കിളിൽ നടക്കുന്ന പലതരത്തിലുള്ള സിറ്റുവേഷണൽ ഡ്രാമകളും പ്രഷറും ഒക്കെ കാരണം കൊണ്ട് അവർ ചെറുതായിട്ടൊരു എസ്കേപ്പായിട്ട് പോകും. ഒരു സൈലൻസിലേക്ക് പോയി കുറച്ച് അമ്പല ദർശനങ്ങൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലത്തിലുള്ള റീഡിങ്സ്, അങ്ങനെ അവരുടെ ഹീലിംഗ് പ്രോസസ്സ് ഡി എഫ്സിൻ്റെ പോലെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് അവർക്ക് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് യൂണിവേഴ്സായിട്ട് കാണിച്ചു കൊടുത്ത് അവരങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് അവർ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് വരും. അതിനുശേഷം
അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് വരാമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൺസിസ്റ്റൻസി, അതായത് ഡി എഫിനോടുള്ള കോൺവെർസേഷൻ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലുള്ളൊരു കൺസിസ്റ്റൻസി പഴയതിനേക്കാൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നു. പിന്നെ അവർ ഡി എഫ്സിനെ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അവർ മാറ്റിക്കുന്നു. പിന്നെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരായിട്ട് ഒരു ഇമ്പോർട്ടൻസ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു എനർജി അവർ സ്റ്റേബിളായിരിക്കും. ആ ഒരു സ്റ്റേജിലാണ് റീയൂണിയൻ പോസിബിളായിട്ട് വരുന്ന സ്റ്റേജ്. ദെൻ ഇത്രയും സ്റ്റേജസ് ആണ് അവരുടെ ഒരു അവേക്കണിങ് സ്റ്റേജസ് എന്ന് പറയാം. ഇനി ഈ റീയൂണിയൻ ഡിലേ ആകാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. റീയൂണിയൻ ഡിലേ ആകാനുള്ള ഹിഡൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് എന്താണെന്ന് പറഞ്ഞാൽ, ഡി എംസിൻ്റെ സബ് കോൺഷ്യസ്ലി അവർ ഈ ഒരു കണക്ഷനെ അംഗീകരിക്കാനായിട്ട് മൈൻഡ് അങ്ങനെ പറയുമെങ്കിലും അവരതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് ഐഡൻറ്റിറ്റി ചേഞ്ച് ആവുന്നത് പോലെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു ഫിയറിൻ്റെ സ്റ്റേജാണ്. അതൊരു ബിഗ്ഗസ്റ്റ് റീസൺ തന്നെയാണ് അവരുടെ ഫിയർ. ആ ഒരു ഫിയർ കളഞ്ഞ് അവർ മുന്നിലേക്ക് വരണം. പിന്നെ അവർക്കൊരു ടൈം മിസ്മാച്ചിങ് തോന്നും. അതായത് ഇപ്പോൾ ഡി എഫ് റെഡി ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഡി എം ഒരിക്കലും റെഡി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് തോന്നും ഫീൽ ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും അവർക്കൊരു വൈരുദ്ധ്യം ഫീൽ ചെയ്യും. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും ഒരു മിസ് മാച്ചിങ് തോന്നുമ്പോൾ അവർക്ക് ഇതെന്തെങ്ങനെ, ഞാൻ ഓക്കെ ആകുമ്പോൾ എനിക്ക് അവിടേക്ക് എനിക്ക് അങ്ങോട്ടേക്കുള്ള ഒരു ഓപ്പണിങ് കിട്ടുന്നില്ല വരാനായിട്ട്, ഞാൻ ഓക്കെ അല്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അതൊരു ചെറിയൊരു പ്രോബ്ലം അവർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ അവരുടെ കാർമിക് ലെസൺ കംപ്ലീറ്റ് ആക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക്. കാർമിക്സിൻ്റെ അടുത്തൊക്കെ നിർബന്ധമായിട്ടുള്ള ഒരു ബൗണ്ടറീസ് വെക്കുക, അവരുടെ സെൽഫ് വർത്ത് അവർ ഉയർത്തുക, ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് വരിക. ഇതൊക്കെ ഈ ലെസൺസൊക്കെ അവർക്ക് പഠിച്ചിട്ട് ആ ഒരു സ്റ്റേജ് കടന്നു വരാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാർമിക് ലെസൺ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് ഡി എമ്മിൻ്റെ ഒരു കാര്യത്തിൽ. ഈ ഡി എഫ് ഓവർ ഫോക്കസ് ചെയ്യുമല്ലോ ഡി എമ്മിലേക്ക്. അതായത് ഡി എഫിൻ്റെ ഈ വെയിറ്റിംഗ് എനർജി നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരാണ്. വെയിറ്റിംഗ് എനർജി, അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ളൊരു ചേസിങ്, ഇതൊക്കെ വീണ്ടും അവരെ ഈ ഒരു കണക്ഷൻ ഡിലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യും. അപ്പോൾ അവർ മാറി നിൽക്കും. അതൊരു റീസണാണ് കേട്ടോ. അതുപോലെ തന്നെ റിയൽ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഇഷ്യൂസ് വരും അവർക്ക്. സ്പിരിച്വലി മാത്രമല്ല, കരിയറിലുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കാം, ഫാമിലിയിൽ നിന്നുള്ള പല തരത്തിലുള്ള പ്രഷർ, പിന്നെ വല്ല തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത്, ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും അഭിമുഖീകരിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീയൂണിയൻ ഡിലേ ആവാമെന്ന് പറയുന്നത് ശരിക്കും ഒരു പണിഷ്മെൻ്റ് ഒന്നുമല്ല, അതൊരു പ്രിപ്പറേഷനാണ്, ഫൗണ്ടേഷൻ. അതായത് നല്ല അടിത്തറയുള്ളൊരു കണക്ഷൻ, റീയൂണിയനിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ഇടാനുള്ള ഒരു ടൈമാണ് ഡി എമ്മിനെ സംബന്ധിച്ച്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.